മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ നാട് കടുത്ത വേനൽ ചൂടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരെയും എല്ലാ തലങ്ങളിലും ബാധിക്കുന്ന വിധത്തിലാണ് ഉഷ്ണം, ചൂട് നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സാഹചര്യം അനുസരിച്ച് ഇത് വേനൽക്കാലം തന്നെയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ വേനൽ അനുഭവിക്കുന്ന, ചൂട് അനുഭവിക്കുന്ന കാലം തന്നെയാണ്. എന്നാലും നമ്മെ സംബന്ധിച്ച് സാധാരണ മട്ടിൽ വേനൽ മഴകളും ഇടമഴകളും ഒക്കെ കിട്ടുകയും അതിൻ്റെയൊക്കെ ആശ്വാസത്തിലും സൗകര്യത്തിലും നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യാറുണ്ട്. ഈ വർഷം നമ്മൾക്കുണ്ടായ ഒരു അനുഭവം, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കടുത്ത ഉഷ്ണം കാരണമായിട്ട് ആളുകൾ അതിന്റെ തരംഗങ്ങളേറ്റ് മരിച്ചു പോകുന്ന റിപ്പോർട്ടുകൾ നമ്മൾക്ക് വന്നു കഴിഞ്ഞു. ഇന്ന് നമ്മളുടെ മീഡിയകളൊക്കെ കൊണ്ടുവന്ന വാർത്തകളിൽ മൃഗങ്ങളടക്കം ചത്തുപോകുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. പല ആളുകൾക്കും ക്ഷീണവും തളർച്ചയും ഒക്കെ അതിന്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു ഇപ്പോഴത്തെ സ്ഥിതിയാണ്. എല്ലാ ആളുകളും ഇതിൽ പരിതപിക്കുകയും പടച്ചവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, ചെയ്യേണ്ടതുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ മതവിശ്വാസികൾ, മുഅ്മിനുകൾ എന്ന നിലക്ക് നമ്മൾക്ക് അതിനോടുള്ള സമീപനവും നിലപാടുമൊക്കെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രകൃതിയിലെ ഈ കാലാവസ്ഥയുടെ കണക്കുകളും നിയന്ത്രണങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ ഒരു നിയമം അനുസരിച്ച് നടക്കുന്നതാണ്. ഭൂഗോളത്തിന്റെ ഓരോരോ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ ഒരു കാലാവസ്ഥാ നിയമങ്ങളുണ്ട്. അത് സാധാരണഗതിയിൽ മുറ തെറ്റാതെ അതേ രീതിയിൽ നടക്കും. അത്യുഷ്ണമുള്ള രാജ്യങ്ങളുണ്ട്, അതിശൈത്യമുള്ള രാജ്യങ്ങളുണ്ട്, ധ്രുവപ്രദേശങ്ങളിലൊക്കെ ഇത് വളരെ വ്യക്തമാണ്. മഞ്ഞും ഒക്കെ മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള കാലാവസ്ഥയും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നിലനിൽക്കുന്നു. ഇതൊക്കെ പടച്ചവൻ വെച്ച പ്രകൃതിയിലെ നിയമങ്ങളാണ്. നമ്മുടെ ഗോളവും സൂര്യനും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിന്റെ ശാസ്ത്രീയ മാനങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നമ്മെ സംബന്ധിച്ച് സാധാരണഗതിയിൽ ഇവിടുത്തെ ഒരു കാലാവസ്ഥാ നിയമം അനുസരിച്ച്, നമ്മൾക്ക് അനുഭവിച്ച തത്വം അനുസരിച്ച്, ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയും കാലവർഷവും, ഒക്ടോബർ മുതൽ ഡിസംബർ വരെ തുലാവർഷവും ഒക്കെ അനുഭവിക്കുന്ന ഒരു കാലാവസ്ഥാ നിയമമാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്. ബാക്കി കാലങ്ങളൊക്കെ വല്ലാതെ പ്രയാസമില്ലാതെ പോവുകയും ചെയ്യും. ഇതൊരു ഉഷ്ണകാലം തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു സംഗതി, ഉഷ്ണകാലമാണെങ്കിലും നമ്മൾക്ക് താങ്ങാവുന്നതിലധികം ഭാരങ്ങൾ വന്നു ചേരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ആളുകൾ മരിക്കുന്നതും മറ്റുമൊക്കെ. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് നമ്മൾക്കറിയാം, 44 നദികളുള്ള ഒരു പ്രദേശമാണ് നമ്മളുടെ കേരളം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്രയധികം നദികളുള്ള ഒരു നാട്ടിൽ കുടിവെള്ളം കിട്ടാതെ പോകുന്നു നമ്മൾക്ക്. ജന്തുജാലങ്ങൾക്ക് പോലും തെളിനീര് കൊടുക്കുന്നത് ഒരു പുണ്യകർമ്മമായി, വലിയ സംഭവമായിട്ട് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിപ്പോവുകയാണ്. ഈ ഗോളങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്ന ആളുകൾ പറഞ്ഞു തരുന്നത്, വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള ഏക ഗോളം അറിഞ്ഞിടത്തോളം ഭൂമി മാത്രമാണ്.
മറ്റതിനെ പറ്റിയൊക്കെ നിഗമനങ്ങൾ മാത്രമാണ്. ഈ ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ജലമാണ്. 29% മാത്രമാണ് ഭൂമിയിൽ കരയുള്ളത്, ബാക്കിയൊക്കെ വെള്ളമാണ്. അതിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് കുടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ബാക്കിയൊക്കെ സമുദ്രത്തിലും ചതുപ്പ് നിലങ്ങളിലും മറ്റു ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മേഖലകളിലുമൊക്കെയാണ്. വളരെ ചെറിയൊരു ശതമാനമാണ് കുടിവെള്ളമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭൂഗോളം, ഇത്രയധികം നദികൾ ഒഴുകുന്ന ഒരു പ്രദേശം, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നമ്മൾക്ക് വെള്ളത്തിന്റെ ആവശ്യം മതിയാകുന്നില്ല, ആവശ്യത്തിന് കിട്ടുന്നില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ ചില പരീക്ഷണങ്ങളാണ് എന്നതൊരു ഭാഗമാണ്. മനുഷ്യൻ ഇടപെടുന്ന പ്രശ്നങ്ങളും ഇതിലുണ്ട്. ഭൗതികമായിട്ട് കാര്യങ്ങളെ വീക്ഷിക്കുന്ന ആളുകൾ, നമ്മൾ മതപരമായ ഒരു ഭാഗത്ത് നിന്നാണ് പറയുക, ഭൗതികമായിട്ട് ഈ കാലാവസ്ഥയെയും ഇവിടുത്തെ പ്രകൃതി മാറ്റങ്ങളെയും മറ്റുമൊക്കെ നിരീക്ഷിക്കുന്ന ആളുകൾ പറയുന്നത് മനുഷ്യന്റെ ഇടപെടൽ മുഖേന, മനുഷ്യന്റെ ദുരമൂത്ത അത്യാഗ്രഹം മൂത്ത ഇടപെടൽ മുഖേന, മനുഷ്യൻ തന്നെ അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നത് മുഖേന, അങ്ങനെ പലതുകൊണ്ടും ഈ ഭൂമിയിലെ പാരിസ്ഥിതികമായ സന്തുലിതാവസ്ഥ നശിപ്പിച്ചു കളയുന്നുണ്ട്. അതിലൊക്കെ മനുഷ്യൻ ഇടപെടുകയാണ് താൽക്കാലിക ലാഭത്തിന് വേണ്ടി. അത് നമ്മുടെ കുടിവെള്ളത്തെ ബാധിക്കുന്നുണ്ട്, അന്തരീക്ഷ സൗഖ്യത്തെ ബാധിക്കുന്നുണ്ട്, ഒരുപാട് ഘടകങ്ങളെ ആ വിഷയങ്ങൾ പഠിക്കുന്ന ആളുകൾ നമ്മൾക്കൊക്കെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ബാധിക്കുന്നതിന് പുറമെ രണ്ടാമത്തെ ഒരു കാരണം, നമ്മളുടെ ധാർമ്മികമായ ജീവിതത്തിന്റെ ഘടകങ്ങൾ മതപരമായ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. കടലിലും കരയിലും ഫസാദ് പ്രത്യക്ഷമായിരിക്കുന്നു. ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യകരങ്ങൾ സമ്പാദിച്ചത്, പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് എന്നാണ്. തുടർന്ന് പറയുന്നത്, ഇങ്ങനെ ഉണ്ടാകുന്നത് അവർ ചെയ്തതിന്റെ ഫലം അവർ അനുഭവിക്കാൻ വേണ്ടിയാണെന്ന് ആയത്ത് വിശദീകരിക്കുകയും ചെയ്യുന്നു. വളരെ വ്യക്തമാണ് അള്ളാഹുവിന്റെ പ്രസ്താവം. കടലിലും കരയിലുമൊക്കെ മനുഷ്യൻ ഇടപെട്ടത് കാരണമായിട്ട് ഫസാദ് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഫസാദ് എന്ന വാക്ക് വളരെ വ്യാപകമായ അർത്ഥമുള്ള ഒരു വാക്കാണ്. നമ്മൾ സാധാരണ കുഴപ്പം എന്നതിന് അർത്ഥം പറയാറുണ്ട്. അത് നമ്മൾ ഏതോ ഒരു ചെറിയ കുഴപ്പവുമായി ബന്ധപ്പെട്ടല്ല ഫസാദ് എന്ന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഫസാദ് എന്ന് ഖുർആൻ പലയിടങ്ങളിലും ഉപയോഗിച്ചത് എന്തൊക്കെ സ്വാഭാവിക രീതിയിൽ പോകുന്നുണ്ടോ അതിനൊക്കെ തകിടം മറിക്കുന്നതെല്ലാം ഫസാദാണ്. സ്വാഭാവികമായ പ്രകൃതിപരമായി പോകേണ്ട കാര്യങ്ങൾ അതിന് തകിടം മറിച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതികൾ ഏത് വിഷയത്തിലുണ്ടായാലും അതൊക്കെ ആ രംഗത്തെ ഫസാദായിട്ടാണ് ഖുർആൻ പറയുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിൽ നമ്മൾക്ക് അതിന് കാണാൻ കഴിയും. അപ്പൊ ഫസാദ് ഉണ്ടാകുന്നു ഇവിടെ. പ്രകൃതിയിൽ ഇടപെട്ട് അതിന്റെ ഓർഡർ ക്രമങ്ങൾ തെറ്റിച്ചു കളയുന്നു മനുഷ്യൻ. അത് മനുഷ്യൻ ഇടപെടുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്നാണ്. ഈ നിരീക്ഷണങ്ങൾ നടത്തുന്ന ആളുകളൊക്കെ അതിനെപ്പറ്റി നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളുടെ ചെറിയ ചെറിയ ഇടപെടലുകൾ പോലും ഈ പ്രകൃതിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇതിനൊക്കെ ഒരു കാരണമാകാം, നമ്മൾക്കറിയില്ല, ആ കാരണങ്ങളാകാം. അങ്ങനത്തെ ആളുകൾ, ആ പഠനത്തിന്റെ റിപ്പോർട്ട് അങ്ങനെയാണ്. രണ്ടാമത്തെ ഒരു ഭാഗം, വിശുദ്ധ ഖുർആനും നബിചര്യയും അനുസരിച്ച് മതരംഗത്ത് നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, മനുഷ്യന്റെ ധാർമ്മിക ജീവിതത്തിന്റെ തകർച്ച അള്ളാഹുവിന്റെ പരീക്ഷണമായിക്കൊണ്ട് ഈ കാലാവസ്ഥയിലും വെള്ളത്തിന്റെയും ചൂടിന്റെയും ഒക്കെ കാര്യത്തിൽ വരുമെന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു റസൂലും അത് പലയിടങ്ങളിലും പറഞ്ഞു തരുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ധാർമ്മിക തകർച്ച, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാതെയുള്ള നമ്മളുടെ മുന്നോട്ടുള്ള പോക്ക്, ഇതും ഇത്തരം കാര്യങ്ങൾക്ക് കാരണമായി തീരുമെന്നാണ്. വിശുദ്ധ ഖുർആന്റെ വിശുദ്ധ ഖുർആൻ പറയുന്ന വാക്ക് നോക്കുക, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, ശിക്ഷകൾ നിങ്ങൾക്ക് അവരെ നാം ആസ്വദിപ്പിച്ചുകൊണ്ടിരിക്കും. ദൂനൽ അദാബിൽ അക്ബരി, വൻ ശിക്ഷ കൂടാതെ. വൻ ശിക്ഷ വരുന്നതിന് മുമ്പ്
ചെറിയ ചെറിയ ശിക്ഷകൾ അവരെ നാം ആസ്വദിപ്പിച്ചു കൊണ്ടിരിക്കും. അതെന്തിനാണ്? ലഅല്ലഹും യർജിഊൻ, അവർ തിരിച്ചു മടങ്ങി വരാൻ വേണ്ടി എന്നാണ്. അപ്പൊ ചെറിയ ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന നിലക്ക് അള്ളാഹു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളെ ഇങ്ങനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഞെട്ടി ഉണരാനും ഒന്ന് ബോധവാന്മാരാകാനും വേണ്ടിയാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ താഴ്മയോടുകൂടി അടുത്തു വരാൻ വേണ്ടിയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മൾക്കുണ്ടാകും. അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവും. പല വിധേനയാണ് അത് ഉണ്ടാകുന്നത്. അത് അള്ളാഹു പറയുന്ന ഒരു കാരണം ലഅല്ലഹും യർജിഊൻ, അവർ അതിൽ നിന്നൊക്കെ മടങ്ങി തിരിച്ചു വരാൻ വേണ്ടിയാണ് എന്നാണ്. ഇപ്പൊ നോക്കൂ, നമ്മൾ മഴയില്ലായ്മയാണ്, ഉഷ്ണത്തിന്റെ കാഠിന്യമാണ് നമ്മളിപ്പോൾ പറയുന്ന പരിഭവം. അറബ് രാജ്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന വാർത്ത, UAE-യിലും സൗദി അറേബ്യയിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്തുകൊണ്ട് വെള്ളപ്പൊക്കവും അതിന്റെ കെടുതികളും അനുഭവിക്കുകയാണ് അവര്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാധാരണ മട്ടിൽ മഴ പെയ്യുന്ന നാടല്ല എന്ന് നമുക്കൊക്കെ അതറിയാം. വർഷത്തിൽ 1-2 മഴ പെയ്താലായി, അത്രമാത്രമുള്ള ആ പ്രദേശത്താണ് കടുത്ത മഴ പെയ്ത് വെള്ളപ്പൊക്കത്തിലേക്ക് മാറുന്നത്. നമ്മൾ വെള്ളമില്ല, വെള്ളം കിട്ടുന്ന നാടാണ്, നദികൾ ഒഴുകുന്ന നാടാണ്, സൗകര്യമുള്ള നാടാണ്. പക്ഷെ നമ്മൾക്ക് വെള്ളമില്ലാതെ പോകുന്നു. നോക്കി, ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും ഇടപെടലുകളുമാണ്. ആ ഇടപെടലുകളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ബോധവാന്മാരാകണം. താഴ്മയോടുകൂടി പടച്ചവന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാനുള്ള മനസ്ഥിതി നമ്മൾ ഇതിന്റെ കൂടെ കാണിക്കണം. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യം, 5 കാര്യങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ റസൂൽ സഹാബിയോട് പറയണം, 5 കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് 2 കാര്യങ്ങൾ നമ്മുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒന്ന്, ഈ മിഖിയാൽ, അളവും തൂക്കവും കൃത്രിമം കാണിക്കുന്ന ഒരു ജനതയ്ക്ക് അള്ളാഹു കടുത്ത ദാരിദ്ര്യവും വരൾച്ചയും ബിസ്സിനീൻ, വരൾച്ചയും നൽകി പരീക്ഷിക്കുമെന്നാണ്. അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു ജനത, അതുപോലെ അതിൽ കൃത്രിമ ഏറ്റക്കുറവുകൾ വരുത്തുന്ന ഒരു ജനത വന്നു കഴിഞ്ഞാൽ അതിലൊന്ന് അള്ളാഹു പറഞ്ഞത് കടുത്ത വരൾച്ചയും ദാരിദ്ര്യവും സാമ്പത്തിക പ്രയാസവും ഒക്കെ അവർക്ക് ഉണ്ടാക്കും എന്ന് അള്ളാഹു പറഞ്ഞു. 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ഒന്നതാണ്. രണ്ടാമത്തത്, സക്കാത്ത് അംവാലിയും, അവരുടെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കാത്തൊരു സമൂഹം വന്നാൽ ലം യുംതറു, അവർക്ക് മഴ പെയ്യില്ല എന്നാണ്. അവർക്ക് മഴ പെയ്യില്ല. സക്കാത്ത് സാമ്പത്തികമായ ഒരു ബാധ്യതയാണ്, നമ്മുടെ ഔദാര്യം മേടിച്ച് ബാധ്യതയാണ്, നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് കൊടുക്കാത്തൊരു സമൂഹം നിലവിൽ വന്നാൽ ലം യുംതറു, അവർക്ക് മഴ പെയ്യില്ല എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അവ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയം, നമ്മൾക്ക് മഴ പെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ നല്ലവരായതുകൊണ്ട് റസൂൽ വിശദീകരിച്ചു. വലൗലൽ ബഹായിം, ഈ മിണ്ടാപ്രാണികളും കന്നുകാലികളും ഇല്ലായിരുന്നെങ്കിൽ ആകാശത്തിൽ തുള്ളി വെള്ളം ഇങ്ങോട്ട് ഇറങ്ങുമായിരുന്നില്ല എന്നാണ്. അപ്പൊ ഈ മഴ പെയ്യുന്നതും സൗകര്യങ്ങൾ ലഭിക്കുന്നതും ഒക്കെ ഈ മനുഷ്യന്റെ ഈ സ്വഭാവം അനുസരിച്ചല്ല. ഈ മിണ്ടാപ്രാണികളായ ആളുകൾക്ക് വെള്ളം കൊടുക്കേണ്ടതുണ്ട്, അത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. ആ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി അള്ളാഹു വെള്ളം ഇറക്കി കൊടുക്കും, മഴ പെയ്യിച്ചു കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ അർത്ഥം നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അവർക്ക് കിട്ടുന്ന വെള്ളം നമ്മൾ ചൂഷണം ചെയ്യുന്നു എന്നോ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നത് നമ്മൾ ഔദാര്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പൊ സൂചിപ്പിക്കുന്നത്, നമ്മൾ അള്ളാഹുവിനോട് താഴ്മ കാണിച്ച്, വിനയം കാണിച്ച് അവന്റെ മുമ്പിലേക്ക് താഴ്മ കാണിച്ച് ചെല്ലേണ്ടവരാണ്. അപ്പോഴാണ് അള്ളാഹു നമ്മൾക്ക് ഇത്തരം അനുഗ്രഹങ്ങളൊക്കെ നൽകുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാം തന്റെ ജനതയോട് പറഞ്ഞൊരു വാക്യം ഖുർആൻ, ഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ നാഥനോട്, അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന വിഷയത്തിൽ ഒന്ന് വന്നതാണത്, പാപമോചനം നടത്തുക. ഇന്നഹു കാന ഗഫാറ, അവൻ എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്നവനാണ് നിങ്ങൾക്ക്. ഗഫാർ എന്നത് പാപം പൊറുക്കുന്നവൻ എന്നല്ല, അങ്ങേയറ്റം പാപം പൊറുത്തു തരുന്നവനാണ് പടച്ചവൻ. പാപങ്ങൾ കേറ്റി പറയുക, ഇന്നഹു കാന ഗഫാറ. എന്നിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്താൽ, അള്ളാഹുവിനോട് പാപമോചനം നടത്തി താണ് കേട് വിനയത്തോടു കൂടി അപേക്ഷിച്ച് വളരെ വിനയാനീതരായി പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ എന്തൊക്കെ കിട്ടും? യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, ധാരയായി അവൻ നിങ്ങൾക്ക് ആകാശത്ത് വെള്ളം ഇറക്കി തരുമെന്നാണ്.
നോക്കൂ, ഇതിന്റെ ഒരു ഭൗതികമായ നേട്ടമാണ്. അള്ളാഹു നമ്മൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യമാണത്. നമ്മൾക്ക് പാപമോചനം നടത്തിയാൽ പാപങ്ങൾ പുറത്തു കിട്ടും, സ്വർഗത്തിൽ പോകാം. അത് പരലോകത്ത് കിട്ടുന്ന അതിന്റെ ഏറ്റവും പ്രധാന ഭാഗം അത് തന്നെയാണ്. പക്ഷെ ഈ ദുനിയാവിന് നമ്മൾക്ക് അതുകൊണ്ട് നേട്ടം കിട്ടുമെന്നാണ് അതിൽ അള്ളാഹു പറഞ്ഞിരുന്നു. നൂഹ് നബി പഠിപ്പിക്കുന്നതായിട്ട് പറയുന്നത് യുർസിലി സമാ അലൈക്കും മിദ്റാറ, അള്ളാഹു ധാരാളമായി വെള്ളം നിങ്ങൾക്ക് ഇറക്കിത്തരും. നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും രണ്ടും നൽകി നിങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് അള്ളാഹുവിനോട് പാപമോചനം നടത്തുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, സമ്പത്ത് നൽകും. പാപമോചനം നടത്തുന്ന ആളുകൾക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കും അള്ളാഹു. വേജലക്കും ജന്നാത്തിൻ, വലിയ തോട്ടങ്ങൾ അവൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഫലഭൂയിഷ്ടമായ മണ്ണും വിഭവങ്ങളും തോട്ടങ്ങളും ഒക്കെ അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വേജലക്കും അൻഹാറ, വലിയ പുഴകൾ അവൻ നിങ്ങൾക്ക് ഒഴുക്കി തരും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിനോട് പാപങ്ങൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന മനുഷ്യന്മാർക്ക് പരലോകത്ത് സ്വർഗം കിട്ടും. അതിന്റെ ഭാഗമാണ്, അതാണ് കിട്ടേണ്ടത്. പക്ഷെ ദുനിയാവിൽ തന്നെ അത്തരം മനുഷ്യന്മാർക്ക് അള്ളാഹു ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ വലിയ തോട്ടങ്ങളും നദികളും ഒക്കെ ഒഴുക്കി സമ്പന്നമാക്കി തരും. അള്ളാഹുവിന് ഇഷ്ടത്തിന് അള്ളാഹുവിനോട് പാപമോചനം നടത്തി ജീവിച്ചാൽ എന്നാണ്. ഇത് നമ്മൾ വളരെ പ്രാധാന്യപൂർവ്വം കാണേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക, പാപങ്ങൾ ഏറ്റുപറയുക, അങ്ങേയറ്റം താഴ്മയോടുകൂടി അവനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമ്മളുടെ ദോഷങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം നടത്തുമ്പോൾ അള്ളാഹു നമ്മൾക്ക് ആകാശത്ത് നിന്ന് മഴ പെയ്യിച്ചു തരും. ആകാശം ധാരയായിട്ട് വെള്ളം ഒഴിച്ചു തരും അള്ളാഹു. നമ്മളുടെ ഒരു കഴിവിനും ഇതൊന്നും മാറ്റാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കും, നമ്മൾ നോക്കൂ, നമ്മളിപ്പോഴും വിചാരിക്കുന്നത് ഏപ്രിൽ മെയ് മാസമായി, ജൂൺ മാസമാകുമ്പോൾ മഴ പെയ്യും, അങ്ങനെയാണ് നമ്മുടെ പതിവ്. അഥവാ ജൂൺ മാസത്തിൽ മഴ പെയ്തില്ലെങ്കിലോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ പ്രതീക്ഷിക്കും ജൂലൈയിൽ പെയ്യും, പെയ്തില്ലെങ്കിലോ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും കഴിയില്ല. ഖുർആൻ അത് അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. അഫറഅയ്തും മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന കുടിവെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ മഴമേഘങ്ങളിൽ നിന്ന് അത് താഴെ ഇറക്കിയത്, അതല്ല നാം ആണോ ഇറക്കിയത്? എന്താ നമ്മൾക്ക് ഉത്തരമുള്ളത്? ഇപ്പൊ വെള്ളം കിട്ടുന്നില്ല, മഴ പെയ്യുന്നില്ല, പുഴയില്ല, തോടില്ല, കുളമില്ല, എല്ലാം പറ്റി വരണ്ടു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞ് മരിച്ചു വീഴാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയും. മനുഷ്യന്റെ പരിധിയിലല്ല അതുള്ളത്. ഖുർആൻ ഈ മഴയെ സംബന്ധിച്ച്, വെള്ളത്തെ സംബന്ധിച്ച് മഴയെ സംബന്ധിച്ച് പറഞ്ഞ വാക്കുകൾ നോക്ക് നിങ്ങൾ. ഒന്ന് ഗൈസ്, മത്തർ, റഹ്മത്ത്, ബർക്കത്ത്, ഇതൊക്കെ ഖുർആൻ ഉപയോഗിച്ച വാക്കാണ്. അള്ളാഹു അവന്റെ കാരുണ്യ വർഷം എന്നാണ് പറഞ്ഞത്, അനുഗ്രഹ വർഷം എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾക്ക് അള്ളാഹു ചെയ്തു തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ അനുഗ്രഹത്തിന്റെ വില അറിയാതെ പോകരുത്. വെള്ളം ഉപയോഗിക്കുന്നിടത്ത് സൂക്ഷ്മത കാണിക്കണം. ഇപ്പോഴൊക്കെ അത് പ്രത്യേകം നിർദ്ദേശിക്കപ്പെടേണ്ട കാര്യമാണ്. ഒതുവെടുക്കുമ്പോഴും കുളിക്കുമ്പോഴും അനാവശ്യമായി വെള്ളം നഷ്ടപ്പെടുത്താതിരിക്കുക. കുടിവെള്ളം വെച്ചു കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ടാവും, പക്ഷികൾക്കും പറവകൾക്കും ഒക്കെ. അങ്ങനെ വരുന്നവരുണ്ടാവും. അത് തേടി നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വരും. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. അത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന പരിസരത്തൊക്കെ വരുന്ന ജീവികൾക്കൊക്കെ വെള്ളം കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും തേടുകയും ചെയ്യേണ്ടതുണ്ട്. ഓരോരുത്തരും അങ്ങനെ പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥന അവന്റെ നേരെ നീട്ടിയാൽ അള്ളാഹു ആ നീട്ടുന്ന കൈകൾ തട്ടി മാറ്റില്ല. കാരുണ്യവാനാണ് അള്ളാഹു. ഈ സന്ദർഭങ്ങളിൽ ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ധാരാളം സമയം കാണുക. പടച്ചവനെ അനുഗ്രഹിക്കുക. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുന്ന് ഒരിക്കൽ മിമ്പറിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു ഗ്രാമീണനായ അറബി ബദു, ഒരു അറാബി കയറി വന്നു റസൂലിന്റെ അടുക്കിലേക്ക്. സാധാരണ പോലെ ഒരു ജുമാ ദിവസമാണ്, ഒഴിഞ്ഞ ഒരു പള്ളിയാണ്, ഇത്രയൊന്നും ഭദ്രമായി നിൽക്കുന്ന സ്ഥലമല്ലല്ലോ. അതേ നമസ്കരിക്കാൻ വേണ്ടി കയറി വന്ന് നേരെ റസൂലിന്റെ അടുക്കിലേക്ക് തിരിഞ്ഞു. റസൂലെ, ഈ വരൾച്ച കാരണമായിട്ട്, കടുത്ത വരൾച്ച കാരണമായിട്ട് കന്നുകാലികളൊക്കെ ചത്തുപോകാൻ തുടങ്ങിയിട്ടുണ്ട്, കൃഷിയൊക്കെ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഒരു ഔപചാരികതയും ഇല്ലാതെ അദ്ദേഹത്തിന്റെ വാക്കാണ്. അദ്ദേഹം ഒരു നാട്ടുപുറത്തുകാരനാണ്. നേരിട്ട് കയറി വന്ന് അങ്ങോട്ട് പറഞ്ഞു റസൂലിനോട്. അള്ളാഹുവിന്റെ റസൂൽ കൈ ഉയർത്തി, ആകാശത്തേക്ക് കൈ ഉയർത്തി, നീട്ടി കൈ ഉയർത്തിക്കൊണ്ട്, ഉയരത്തിൽ കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ മഴ പെയ്യിച്ചു തരണേ എന്ന് ദീർഘമായി പ്രാർത്ഥിച്ചു. ആ ഹദീസിലെ ആ സംഭവത്തിൽ ആ പ്രാർത്ഥന കഴിഞ്ഞു. റസൂലും സഹാബികളും നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പേ മഴ പെയ്തു, കനത്ത മഴ പെയ്തു. ചില റിപ്പോർട്ടുകളിൽ പിറ്റേ ആഴ്ച വന്നു ഒരാള്, ആ അറാബി തന്നെയാണ് വന്നു എന്നും പറയപ്പെടുന്നു. നബിയെ, മഴ കാരണമായിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. നമ്മളൊക്കെ തന്നെ പറയുന്ന രീതിയാണ് അതൊക്കെ. അതുകൊണ്ട് മഴ ഒന്ന് അവസാനിക്കുകയും വേണമെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും പ്രാർത്ഥിച്ചു. എന്നൊക്കെ ജിബാൽ എന്നൊക്കെ പറഞ്ഞ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. റസൂലെ, ഞങ്ങൾ നീ മഴ ഒഴിവാക്കി 4 ഭാഗത്തേക്കും, കുന്നുകളിലേക്കും മലകളിലേക്കും ഒക്കെ മാറ്റി തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു റസൂൽ. അങ്ങനെ ഇതൊരു സംഭവമാണ്. മഴയില്ലാതെ വരുമ്പോൾ വളരെ വിനയത്തോടു കൂടി പടച്ചവനോട് പ്രാർത്ഥിക്കണം. റസൂൽ അതിന് വേണ്ടി ചെയ്ത രൂപം ഒന്ന് മിമ്പറിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ മിമ്പറിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് സഹാബികൾ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തബൂക്ക്, ഉഹദ് യുദ്ധങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബികൾ ആവശ്യപ്പെട്ടു. ശത്രുക്കൾ, മുനാഫികൾ പരിഹസിച്ചപ്പോഴും ഒക്കെ വെള്ളമില്ലാത്തൊരു സാഹചര്യം, യുദ്ധരംഗമാണ്, മറുഭാഗത്താണ് കിണറും സൗകര്യവുമുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. മഴ പെയ്ത് അനുഗ്രഹമായി ലഭിച്ചു. വേറൊരു രൂപം റസൂൽ സ്വീകരിച്ചത് ഏറ്റവും സന്നിഗ്ധമായ ഘട്ടത്തിൽ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരവും ഖുത്ബയും പ്രാർത്ഥനയും ഒക്കെ നിർവഹിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഏതൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നമ്മൾ നിർവഹിക്കണം. നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് പ്രാർത്ഥന. അള്ളാഹുവോട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു ഈ വിഷയത്തിൽ സ്വീകരിക്കും. നിഷ്കളങ്കമായി പ്രാർത്ഥിക്കണം. റസൂല് ഈ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന് പുറപ്പെട്ട രംഗം ഹദീസുകളിൽ കാണാം. മുതലരിഅൻ, മുതഖശ്യൻ. ആ വാക്കിന്റെ കുറെ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് അറിയുന്നത്? അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി, വിനയത്തോടുകൂടി, അങ്ങേയറ്റം മനസ്താപത്തോടുകൂടി താണ് കേട് പടച്ചവന്റെ അടുക്കിലേക്ക് നടന്നു പോയിക്കൊണ്ടാണ് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തതും പടച്ചവനോട് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചതും. അതൊക്കെ നമ്മൾക്ക് പാഠമാകണം. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഈ സമയത്ത് നിരന്തരമായി ഒറ്റക്കും ഒക്കെ ഒഴിഞ്ഞിരിക്കുമ്പോഴും ഒക്കെ രാത്രി നമസ്കരിക്കുമ്പോഴും ഒക്കെ പടച്ചവനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. നമ്മൾക്ക് ആ വിഷയത്തിൽ പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി അഗിസ്നാ ഗൈസൻ മുഗീസൻ ഫറഹൻ മറഹൻ ഗദ്ഖാ. അല്ലാഹുമ്മ അഗിസ്നാ ഗൈസൻ മുഗീസൻ ഫറഹൻ മറഹൻ ഗദ്ഖാ. അല്ലാഹുമ്മ അഗിസ്നാ ഗൈസൻ മുഗീസൻ ഫറഹൻ മറഹൻ ഗദ്ഖാ. اللهم انزل علينا سقيا رحمة لا سقيا عذاب. اللهم انزل علينا سقيا رحمة لا سقيا عذاب. اللهم انزل علينا سقيا رحمة لا سقيا عذاب. അല്ലാഹുവേ, ധാരയായി മുടങ്ങാതെ ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകണേ നാഥ. നിന്റെ കാരുണ്യ വർഷമില്ലാതെ ഞങ്ങൾക്ക് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല നാഥ. അതുകൊണ്ട് നീ ഔദാര്യമായിട്ട് നിന്റെ വെള്ളം ഞങ്ങൾക്ക് നീ ഇറക്കി തരണേ നാഥ. മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കും പക്ഷിപ്പറവുകൾക്കും ഈ ഭൂമിക്കും കൃഷിയിടത്തിനും എല്ലാത്തിനും നീ അനുഗ്രഹമായി നൽകുന്ന വെള്ളം നാഥ ഞങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ പ്രയാസങ്ങളും, കടുത്ത ചൂടും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിക്കുന്ന, വെള്ളത്തിന് പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിൽ നാഥ, നിന്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് നീ മഴ നൽകി അനുഗ്രഹിക്കുമാറാകണേ നാഥ. നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാ അലൈക്കും ഇദ്റാറ. നിങ്ങളുടെ നാഥനോട് പാപമോചനം നടത്തിയാൽ നിങ്ങൾക്ക് അവൻ മഴ പെയ്യിച്ചു തരുമെന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുന്നു. നിന്റെ വാക്ക് അവർ ധരിക്കുന്നു. പടച്ചവനെ, ഈ പാപികളായ, കുറ്റവാളികളായ, തെറ്റ് ചെയ്ത ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരികയും
ഞങ്ങൾക്ക് നീ മഴ പെയ്യിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.